ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് കണ്ടു തുടങ്ങി. അതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നമ്മൾ നബാർഡിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഓക്കെ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നബാർഡ്. അപ്പോൾ എന്താണ് നബാർഡ്? നബാർഡ് ഒരു ആപ്പെക്സ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊവൈഡ് ഫിനാൻസ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, കൃഷി ആവശ്യങ്ങൾക്കും പിന്നെ ഉൾപ്രദേശങ്ങളിൽ, അതായത് നഗരപ്രദേശങ്ങളല്ലാതെ ഉൾപ്രദേശങ്ങളിലുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യലാണ് നബാർഡിൻ്റെ പണി. ഓക്കെ, കോട്ടേജ് ഇൻഡസ്ട്രീസിനൊക്കെ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും. ഓക്കെ, അതായത് പരമ്പരാഗത വ്യവസായങ്ങൾക്കും പിന്നെ കൃഷി ആവശ്യത്തിനാണ് പ്രധാനമായിട്ടും നബാർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റൂറൽ ഏരിയാസിൽ, അർബൻ ഏരിയാസ് അല്ല, റൂറൽ ഏരിയാസ്, ഉൾപ്രദേശങ്ങളിൽ. ഓക്കെ, അതായത് ഗ്രാമീണ മേഖലകളിൽ. പിന്നെ പറയുന്നത് നബാർഡ് ഉണ്ടായിരിക്കുന്നത് 1982 ഇതിൻ്റെ പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ 100 കോടിയാണ്. 100 കോടിയാണ് ഇതിൻ്റെ പെയ്ഡപ്പ് ക്യാപിറ്റൽ. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കേണ്ട പോയിന്റുകളാണ് നബാർഡിനെ കുറിച്ചിട്ട്. ഒന്നാണ് ഇത് ആപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇത് അഗ്രികൾച്ചറിനും അതേപോലെ റൂറൽ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ടുള്ള ആപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ, രാജ്യത്ത് നിലവിലുള്ള ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണിത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പെയ്ഡപ്പ് ക്യാപിറ്റൽ 100 കോടി. ഇത് ഉണ്ടായിരിക്കുന്ന വർഷം അല്ലെങ്കിൽ ഇത് സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണെന്ന് വെച്ചാൽ 1982 ജൂലൈ 12. 1982 ജൂലൈ 12. ഓക്കെ, അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ചെങ്കിൽ മാത്രമേ വർഷങ്ങൾ ഓർമ്മയിൽ വരുള്ളൂ. ഓക്കെ, 82 ജൂലൈ 12. ഇതിൻ്റെ പെയ്ഡപ്പ് ക്യാപിറ്റൽ 100 കോടിയാണ്. ഈ 100 കോടിയിൽ 50 കോടി ഇന്ത്യ ഗവൺമെൻറ്റും ബാക്കി വരുന്ന 50 കോടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും തമ്മിലുള്ള ഒരു പങ്കാളിത്തത്തോട് കൂടിയിട്ട് തുടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ രണ്ടും കൂടിയാണ് ക്യാപിറ്റൽ പങ്കാളിത്തത്തോട് കൂടിയിട്ട് ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. 100 കോടി, 50 കോടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും 50 കോടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും. ഓക്കെ, അപ്പോൾ ഇതൊരു ആപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. റൂറൽ ക്രെഡിറ്റ് സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനൊക്കെ വേണ്ടിയിട്ട്? പ്രധാനമായിട്ടും അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട്, പിന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട്, കോട്ടേജ് ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട്, വില്ലേജ് ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട്, ഹാൻഡിക്രാഫ്റ്റ്, ഇതൊക്കെ ഗ്രാമീണ മേഖലകളിലുള്ള വ്യവസായങ്ങളും അതേപോലെ തന്നെ കൃഷിയും പ്രധാനമായിട്ട് എവിടെ ഉണ്ടാവുക? ഗ്രാമീണ മേഖലകളിൽ ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നബാർഡ് സ്ഥിതി കൊള്ളുന്നത്. ഇതിൻ്റെ ഫുൾ ഫോം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് നബാർഡ്? നബാർഡിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. അൺഡിവൈഡഡ് അറ്റൻഷനും പർപ്പസ്ഫുൾ ഡയറക്ഷനും ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റിന്. അതായത് ഒരൊറ്റ സിംഗിൾ എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ആപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ ഓരോരുത്തരായിട്ട് ഡിഫറെൻറ്റ് രീതിയിലല്ല ചെയ്യുക. എല്ലാവരും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടറിലാണ് എല്ലാം ഈ റൂറൽ ഡെവലപ്മെൻറ്റിന് എല്ലാ സംഗതികളും വരിക ഇന്ത്യയിൽ നബാർഡിൻ്റെ അണ്ടറിലാണ്, ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അൺഡിവൈഡഡ് അതേപോലെ ഒരു പർപ്പസ്ഫുൾ ഡയറക്ഷനോട് കൂടിയിട്ട് റൂറൽ ഡെവലപ്മെൻറ്റ് സാധിക്കും. അതായത് ഗ്രാമീണ മേഖലകളിലുള്ള വളർച്ച ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലാൻഡ് മാസ് ഉള്ളതും ഗ്രാമീണ മേഖലകളിലാണ്. നഗരങ്ങളിൽ കുറച്ച് ഏരിയാസല്ലേ ഉള്ളൂ, അവിടെ ആൾക്കാർ തിങ്ങി പാർക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ 90% ജനങ്ങളും താമസിക്കുന്നത് എവിടെയാണ്? ഗ്രാമീണ മേഖലകളിലാണ്. അപ്പോൾ അവിടെയാണ് ഡെവലപ്മെൻറ്റ് വേണ്ടത്. ഇനി രണ്ടാമത്തെ പോയിന്റ് സെൻറ്റർ പീസ് ഓഫ് എൻറ്റയർ റൂറൽ ക്രെഡിറ്റ് സിസ്റ്റം. അതായത് ഈ ആപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് ഇതിനെ കേന്ദ്രീകരിച്ചിട്ടാണ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതാണ് സെൻറ്റർ പീസ്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് പ്രൊവൈഡർ ഓഫ് സപ്ലിമെൻ്റൽ ഫണ്ടിങ് ഫോർ റൂറൽ ക്രെഡിറ്റ്. അതായത് സപ്ലിമെൻ്റൽ ഫണ്ടിങ്, അതായത് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെയും കൂടി ഇവർ സഹായിക്കുന്നുണ്ട്, നബാർഡ് സഹായിക്കുന്നുണ്ട്. നാലാമത്തെ പോയിന്റ് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, വില്ലേജ് കോട്ടേജ് ഇൻഡസ്ട്രി, ഹാൻഡിക്രാഫ്റ്റ്, അതർ റൂറൽ ക്രാഫ്റ്റിലൊക്കെ ഇവർ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. നാലാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ഈ ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കാം. അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ്, റീഹാബിലിറ്റേഷൻ ഓഫ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ട്രെയിനിങ് ഓഫ് ബാങ്ക് പേഴ്സണൽ. അതായത് നിലവിലുള്ള ബാങ്കുകൾ, അതായത് റൂറൽ ക്രെഡിറ്റിനെ സഹായിക്കും. ഗ്രാമീണ ബാങ്കുകളുണ്ട്, RRBs ഉണ്ട്, റീജിയണൽ റൂറൽ ബാങ്കുകളുണ്ട്. ഇതിലൊക്കെ ഇതൊക്കെ സ്ഥാപിക്കാനും അതേപോലെ അവശ്യ നിലയിലുള്ള ബാങ്കുകളെയൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ നബാർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് റീഫിനാൻസ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. ആർക്കൊക്കെ? ഈ SLDB, SCBs, RRB, ഇതിനൊക്കെ, അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ഫോർ ഡെവലപ്മെൻറ്റ് പേർപ്പസ് ഇൻ റൂറൽ ഏരിയാസിനുള്ള ഈ വക ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഇവർ ഫിനാൻസ് കൊടുത്തിട്ട് ആ ഫിനാൻസ് അവർ വാങ്ങുന്ന ഫണ്ട്
ഈ ഗ്രാമീണ മേഖലയിലുള്ള വ്യവസായികളെയോ അല്ലെങ്കിൽ എന്താണ് കൃഷിക്കാരെയൊക്കെ അവർ സഹായിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് ദ ഫങ്ഷൻസ്. നേരത്തെ കണ്ടത് ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു, ലക്ഷ്യങ്ങളായിരുന്നു. ഇവിടെ പറയുന്നത് ഫങ്ഷൻസ്, ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നബാർഡ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും 3 പ്രവർത്തനങ്ങളാണ് നബാർഡ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ക്രെഡിറ്റ് ഫംഗ്ഷൻ. അത് കഴിഞ്ഞിട്ട് ഡെവലപ്മെൻറ്റൽ ഫംഗ്ഷനും അത് കഴിഞ്ഞിട്ട് സൂപ്പർവൈസറി ഫംഗ്ഷനും നമുക്ക് നോക്കാനായിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് 3 പോയിന്റുകളാണ് ഫംഗ്ഷൻസിൽ വരുന്നത്. ഒന്ന് ക്രെഡിറ്റ് ഫംഗ്ഷൻ, ഒന്ന് ഡെവലപ്മെൻറ്റൽ ഫംഗ്ഷൻ, ഒന്ന് സൂപ്പർവൈസറി ഫംഗ്ഷൻ. ഇനി ക്രെഡിറ്റ് ഫംഗ്ഷൻസിൽ എന്തൊക്കെ പോയിന്റുകളാണ് വരുന്നത് നോക്കാം. ആദ്യമായിട്ട് ഈ പോളിസീസും ഗൈഡ് ലൈനുകളും, അതായത് ഈ റൂറൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പാലിക്കേണ്ട നയങ്ങളും പിന്നെന്താണ് ഗൈഡ് ലൈനുകളും അവർക്ക് എന്നുള്ള നിർദ്ദേശങ്ങളും ഒക്കെ നബാർഡ് എന്താണ് ഫ്രെയിം ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു ഇഷ്യൂയിങ് ഓർഗനൈസേഷൻസിൽ ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഈ RRB, നേരത്തെ കണ്ട ഈ ഗ്രാമീണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾക്കൊക്കെ ഉള്ള എന്താണ് ക്രെഡിറ്റ് ഫെസിലിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ ക്രെഡിറ്റിൻ്റെ അളവ് എത്രമാത്രം റൂറൽ ക്രെഡിറ്റ് പോകുന്നുണ്ടെന്നൊക്കെ, അല്ലെങ്കിൽ അത് എത്രമാത്രം തിരിച്ചടവ് വരുന്നുണ്ട്, ഈ വക കാര്യങ്ങളൊക്കെ അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്, അവർ നിരീക്ഷിക്കുന്നുണ്ട്. ആര്? ഈ നബാർഡ് എന്ന് വെച്ചാൽ. ഇതൊക്കെ ക്രെഡിറ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഫങ്ഷൻസ് ആണ്. ഇനി 4ാമത്തെ ഫങ്ഷൻ എന്താ പറയുന്നത്, ഈ പ്ലാൻ, ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ കടം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്ലാനുകൾ എന്താണ് പ്രിപ്പയർ ചെയ്യുക. അത് എല്ലാ ഡിസ്ട്രിക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്ത് നബാർഡിൻ്റെ ക്രെഡിറ്റ് ഫങ്ഷൻസിൽ വരുന്നത്. അപ്പോൾ നബാർഡിൻ്റെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻസ്. അപ്പോൾ അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഈ കോപ്പറേറ്റീവ് ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്, ഇവർക്കൊക്കെ എന്താണ് ഡെവലപ്മെൻറ്റ് ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കാനായിട്ട് സഹായിക്കുക. അതായത് ഗ്രാമീണ മേഖലകളിൽ വികസനം കൊണ്ടുവരാനായിട്ട് ഈ RRB, അതായത് റീജിയണൽ റൂറൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്കിനൊക്കെ എന്താണ് സഹായിക്കുക. ഓക്കെ, പിന്നെ 2ാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്, ഈ റൂറൽ ബാങ്കുകളെയും അതേപോലെ സ്പോൺസർ ബാങ്കുകളെയൊക്കെ MOU, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുമായിട്ട് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയും. അതായത് ഈ പ്രൈവറ്റ് അണ്ടർടേക്കിങ്ങിലുള്ള ബാങ്കുകളോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളും ഗവൺമെൻറ്റും തമ്മിലുള്ള ധാരണകൾ വരികയാണെങ്കിൽ, ഒന്നുകിൽ ഇപ്പോൾ അത് വിദേശ രാജ്യങ്ങളും ആയിട്ടുള്ള സ്ഥാപനങ്ങളും കമ്പനികളൊക്കെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടും അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയായിട്ടൊക്കെ, അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളെയും ചീഫ് മിനിസ്റ്റർമാരൊക്കെ ആയിട്ട് MOU സൈൻ ചെയ്യാന്ന് പറയും. അതായത് അവരൊരു പദ്ധതി ഒരു സ്ഥലത്ത് എന്താണ് തുടങ്ങുന്നുണ്ടെങ്കിൽ, അത് ഒരു വ്യവസായശാലകളൊക്കെ ആണെങ്കിൽ അതിനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ അടങ്ങുന്ന കാര്യമാണ് ഈ MOU എന്ന് വെച്ചാൽ. അപ്പോൾ അതേപോലെ ഗ്രാമീണ മേഖലകളിൽ ഈ RRBയും സ്പോൺസർ ബാങ്കുകളൊക്കെ എന്തെങ്കിലും ഡെവലപ്മെൻറ്റൽ പ്രൊജക്ട്സ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ധാരണാപത്രമാണ് ഈ MOU എന്ന് വെച്ചാൽ. അപ്പോൾ അതിനൊക്കെ ഈ നബാർഡിൻ്റെ സഹായം ഉണ്ടാകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 3ാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്, ഈ ഡെവലപ്മെൻറ്റ് ആക്ഷൻ പ്ലാനുകൾ, ബാങ്കുകളുടെ ഡെവലപ്മെൻറ്റ് ആക്ഷൻ പ്ലാനുകൾ മോണിറ്റർ ചെയ്യും. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇവരെന്താണ് നിരീക്ഷിക്കും. ഓക്കെ, അതിലെന്തെങ്കിലും അപാകതകൾ വരുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കും. ഇനി 4ാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ഈ കോപ്പറേറ്റീവ് ബാങ്ക്, കമേഴ്ഷ്യൽ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്കിനൊക്കെ എന്താണ് ഫിനാൻഷ്യൽ സപ്പോർട്ടും ട്രെയിനിങ്ങും ഇവർ കൊടുക്കും. ഓക്കെ, ഇനി 3ാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ് എന്ത്, സൂപ്പർവൈസറി ഫംഗ്ഷൻ. സൂപ്പർവൈസറി ഫംഗ്ഷനാണ് 3ാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ, നബാർഡിൻ്റെ 3ാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ്. ഈ നബാർഡിൻ്റെ ഫംഗ്ഷൻസ് വലിയ മാർക്കിനെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ, ശ്രദ്ധിക്കുക. 5 മാർക്കിൽ കൂടുതലായിട്ടാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. കാര്യം അതിൽ മെയിൻ 3 ഫംഗ്ഷൻസ് വരുന്നുണ്ട്. ഈ ഓരോ ഫംഗ്ഷൻസിലും 3 4 അല്ലെങ്കിൽ 5 പോയിന്റുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സൂപ്പർവൈസറി ഫംഗ്ഷൻസിൽ ആദ്യത്തെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. അതിൽ പറയുന്നത് ഇൻസ്പെക്ഷൻ ആണ്. എന്തിൻ്റെയൊക്കെ ഇൻസ്പെക്ഷൻ, ഈ റീജിയണൽ റൂറൽ ബാങ്കുകളുടെ, കോപ്പറേറ്റീവ് ബാങ്കുകളുടെയൊക്കെ ഇൻസ്പെക്ഷൻ ആര് ചെയ്യും, ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം നബാർഡ് ക്യാരി ഔട്ട് ചെയ്യും. ഓക്കെ, നബാർഡ് ഇൻസ്പെക്ഷൻ ചെയ്യും. അത് കൃത്യമായിട്ടല്ലേ അവർ പ്രവർത്തിക്കുന്നതെന്ന് നോക്കും. ഇവരെ കണക്കുകളൊക്കെ നബാർഡ് പരിശോധിക്കും. അതേപോലെ തന്നെ ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ, ഓക്കെ, SCARDBs, പിന്നെന്താണ് ആൻഡ് ആപ്പെക്സ് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, മറ്റ് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കടം കൊടുക്കാത്ത കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ മിൽമ അതെന്താണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതെന്താണ് പാല് വിതരണം ചെയ്യുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻസ്പെക്ഷനും ആര് നടത്തും, നബാർഡ് നടത്തും. ഓക്കെ, ഇനി അടുത്ത സൂപ്പർവൈസറി, അതായത് 3ാമത്തെ സൂപ്പർവൈസറി ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ലൈസൻസ് കൊടുക്കലാണ്. ആർക്കൊക്കെ ലൈസൻസ് കൊടുക്കുക, ഈ കോപ്പറേറ്റീവ് ബാങ്ക്, പിന്നെന്താണ് ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പുതിയ ബ്രാഞ്ചുകൾ, പിന്നെ അതേപോലെ റീജിയണൽ റൂറൽ ബാങ്കുകളുടെ ആരെ റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ടാണ് ഈ പറയുന്ന ലൈസൻസുകൾ കൊടുക്കുന്നത്. RBI റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഇവർ ഈ ലൈസൻസ്
ഈ പറയുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നാലാമത്തെ പോയിന്റായിട്ട് പറയുന്നത് സൂപ്പർവൈസറി ഫങ്ഷൻസിൽ എന്താണ് ഇവർ എന്താണ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ അതേപോലെ റീജിയണൽ റൂറൽ ബാങ്കുകളുടെ ഒക്കെ എന്താണ് ഈ പോർട്ട്ഫോളിയോസ് ഇൻസ്പെക്ഷൻ ചെയ്യും. ഓക്കെ, അതിന് അവരെ സൈറ്റൊക്കെ സർവൈലൻസ് ചെയ്തിട്ട് പോർട്ട്ഫോളിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. നമുക്കിപ്പോൾ ഒരു പദ്ധതി തുടങ്ങാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ എന്താണ് ഒരു ചെറിയൊരു മിനിയേച്ചർ പദ്ധതി അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അതിനാണ് പോർട്ട്ഫോളിയോ എന്ന് പറയാം. അതായത് ഒരു സംഗതിയുടെ ഒരു ഉദാഹരിക്കാനായിട്ട് കൊണ്ടുവരുന്ന ഒരു ചെറിയൊരു എന്താണ് അതിൻ്റെ ഒരു സാമ്പിൾ പോലെ കാണിക്കുന്ന ഒരു സാധനം. അപ്പോൾ അതിനൊക്കെ എന്താണ് ഇവർ എന്താണ് ഇൻസ്പെക്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത സൈഡ് ഹെഡിങ് ശ്രദ്ധിക്കുക, ഫണ്ട്സ് ഓഫ് നബാർഡ്. അല്ലെങ്കിൽ ചിലപ്പോൾ ചോദ്യം എങ്ങനെയായിരിക്കും വരാം, നബാർഡ് എങ്ങനെയാണ് ഫണ്ട് ശേഖരിക്കുക, ഹൗ വിൽ നബാർഡ് റേസ് ഇറ്റ്സ് ഫണ്ട്. അങ്ങനത്തെ ഒരു ചോദ്യം വരികയാണെങ്കിലും ഇതേ ഉത്തരമാണ് എഴുതേണ്ടത്. അപ്പോൾ നബാർഡിന് പ്രധാനപ്പെട്ട ഫണ്ട് എന്താണ്, ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇവർ രണ്ടുപേരും കൂടി നിക്ഷേപിച്ചിരിക്കുന്ന ക്യാപിറ്റൽ 100 കോടിയുടെയാണ് പ്രധാനപ്പെട്ട ഫണ്ട് വരുന്നത്. ഇനി അത് ഉയർത്തണം എന്നുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും സംയുക്തമായിട്ടാണ് അത് ഫണ്ട് അതിലേക്ക് എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിലവിലെ കണ്ടീഷനിൽ ഇനി ഗവൺമെൻറ് എന്തെങ്കിലും അതിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ അങ്ങനെ വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ നബാർഡിന് എന്താണ് ബോണ്ടും ഡിബഞ്ചറൊക്കെ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഈ ബോണ്ടും ഡിബഞ്ചർ നബാർഡിൻ്റെ ബോണ്ടും ഡിബഞ്ചറൊക്കെ ആരെ ഗ്യാരണ്ടി ഉണ്ടാവും, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതും ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്, ഓതറൈസേഷൻ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ RBIയിൽ നിന്ന് ഫണ്ട് എന്താണ് ബോറോ ചെയ്യാനുള്ള അധികാരമുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിന് ഫണ്ട് ബോറോ ചെയ്യാനുള്ള അധികാരമുണ്ട്. വേൾഡ് ബാങ്കിൽ നിന്ന് ലോക ബാങ്കിൽ നിന്ന് ഫണ്ട് ബോറോ ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ മറ്റേതെങ്കിലും ഓർഗനൈസേഷൻ അത് സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിച്ച ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ നിന്നും ഫണ്ട് ശേഖരിക്കാനുള്ള അവകാശം ആർക്കുണ്ട്, നബാർഡിന് വരുന്നുണ്ട്. ഓക്കെ, അടുത്ത സൈഡ് ഹെഡിങ് ശ്രദ്ധിക്കുക, മാനേജ്മെൻറ്റ് ഓഫ് നബാർഡ്. നബാർഡിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പം നബാർഡിന് മാനേജ്മെൻറ്റിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവുക. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഇതിൻ്റെ ചെയർമാനായിട്ട് ഈ റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി മാനേജർ ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റിസർവ് ബാങ്കിൻ്റെ തന്നെ 3 നോമിനീസ് ഉണ്ടാവും. അതായത് ചെയർമാനായിട്ട് റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി മാനേജർ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് 3 നോമിനീസ് വേറെ ഉണ്ടാവും, അതും റിസർവ് ബാങ്കിൻ്റെതായിരിക്കും. പിന്നെ എന്തായിരിക്കും, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൂടെ ആയിരിക്കും. ഈ 3 പേരിൽ റിസർവ് ബാങ്കിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും നോമിനീസ് ആയിരിക്കും. ഓക്കെ, 3 members ഔട്ട് ഓഫ് വിച്ച് 2 വിത്ത് എക്സ്പീരിയൻസ് ഇൻ കോപ്പറേറ്റീവ് ബാങ്കിങ്. ഈ 3 പേരിൽ 2 പേർക്കെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിങ്ങിനെ കുറിച്ചിട്ടുള്ള നല്ല ധാരണ വേണം, എക്സ്പീരിയൻസ് വേണം, പ്രവൃത്തി പരിചയം വേണം. പിന്നെ ഒരാൾക്ക് കമേഴ്ഷ്യൽ ബാങ്കിങ്ങിനെ കുറിച്ചിട്ടും പ്രവൃത്തി പരിചയം വേണം. അത് കഴിഞ്ഞിട്ട് 2 നോമിനീസ് വരുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെതാണ്. അതിൽ 2 പേർക്കും എന്താണ് റൂറൽ എക്കണോമിക്സിനെ കുറിച്ചിട്ടും റൂറൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടും അറിവ് വേണം. പിന്നെ ഒരു മാനേജിങ് ഡയറക്ടറാണ് ഇത് കൂടാതെ വരുന്നത്. പിന്നെ എന്താണ് ആൻഡ് 1 more ഹോൾ ടൈം ഡയറക്ടറും കൂടി നബാർഡിൻ്റെ മാനേജ്മെൻറ്റിൽ വരുന്നുണ്ട്. ഓക്കെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് വരുന്നത്. അപ്പോൾ ഈ ആൾക്കാരൊക്കെയാണ് നബാർഡിൻ്റെ മാനേജ്മെൻറ്റ്, നബാർഡിനെ മാനേജ് ചെയ്യുന്നത് ഈ വ്യക്തികളാണ്. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക, വാട്ട് ആർ ദ മേജർ ആക്ടിവിറ്റീസ് ഓഫ് നബാർഡ്. നബാർഡിൻ്റെ മറ്റ് ആക്ടിവിറ്റീസ്, ഫങ്ഷൻസ് അല്ലാതെ ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, പ്രിപ്പയറിംഗ് പൊട്ടൻഷ്യൽ ലിങ്ക്ഡ് ക്രെഡിറ്റ് പ്ലാൻസ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എക്സ്പ്ലോയിറ്റബിൾ പൊട്ടൻഷ്യൽസ് അണ്ടർ അഗ്രികൾച്ചർ ആൻഡ് അതർ ആക്ടിവിറ്റീസ് അവൈലബിൾ ഫോർ ഡെവലപ്മെൻറ്റ് ത്രൂ ബാങ്ക് ക്രെഡിറ്റ്. അതായത് ഈ ബാങ്ക് ക്രെഡിറ്റിനെ മറ്റു രീതിയിൽ ചൂഷണം ചെയ്യാതിരിക്കാൻ, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് എടുത്തിട്ട് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അത് നബാർഡിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ്. പിന്നെന്താണ് ഈ പറയുന്ന ലോണുകളും ലോൺസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ഷൻ പർപ്പസ് ഇൻ റൂറൽ ഏരിയാസിൽ എന്ത് ചെയ്യുക, റീഫിനാൻസ് ചെയ്യുക. അതായത് ബാങ്കുകൾക്ക് ആദ്യം ഫിനാൻസ് കൊടുക്കുക, ആ ഫിനാൻസ് ബാങ്കുകൾ ആവശ്യക്കാർക്ക് എത്തിക്കും. ഓക്കെ, അതാണ് റീഫിനാൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്, NGOs, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓക്കെ, അവർക്കൊക്കെ എന്താണ് ലോൺ പ്രൊവൈഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്, ഈ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. റൂറൽ ഏരിയാസിൽ, ഗ്രാമീണ മേഖലകളിൽ റോഡ്, വെള്ളം എത്തിക്കുക. അതായത് ഇപ്പോൾ കേരളത്തിൽ കാട്ടിക പ്രശ്നങ്ങൾ ഇപ്പോൾ തമിഴ്നാടും ആന്ധ്രയിലും ഒറീസയിലൊക്കെ തീരെ വെള്ളം കിട്ടാത്ത, അതേപോലെ UP അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്താണ് ഈ ഗ്രാമീണ മേഖലകളിൽ ഈ പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, അതേപോലെ ആസ്പത്രി ഉണ്ടാക്കുക, പിന്നെ അതേപോലെ സ്കൂളുകൾ തുടങ്ങാൻ സഹായിക്കുക. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ എന്താ പറയുന്നത്, ഈ അൺറീച്ച്ഡ് റൂറൽ പൂവൽ, അതായത് ഈ ബാങ്കിങ് സർവീസ് എത്താത്ത എന്താണ് ഈ മേഖലകളിൽ, അതായത് വ്യക്തികളുടെ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എന്താണ് കൃത്യമായിട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക, അത് എത്തിക്കുക, ഈ ബാങ്കിങ് സർവീസുകൾ എത്തിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മേജർ ആക്ടിവിറ്റീസ് ഓഫ് നബാർഡായിട്ട് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, വാട്ട് ആർ ദ സ്കീം ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് നബാർഡ്. നബാർഡിൻ്റെ
നബാർഡ് മുന്നോട്ട് വെക്കുന്ന എന്തൊക്കെ സ്കീമുകളാണ്, പദ്ധതികളാണുള്ളത് എന്നുള്ളതാണ്. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിക്കുകയാണെങ്കിൽ ചെറിയ മാർക്കിനെ ചോദിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇതിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ടായിരുന്നു, ഞാനത് ചുരുക്കിയതാണ്, പോയിന്റ്സ് ബ്രീഫാക്കിയതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നബാർഡിനെ കുറിച്ചിട്ട് എസ് എ ചോദിക്കുകയാണെങ്കിൽ നമ്മളിവിടെ നബാർഡിനെ കുറിച്ച് പറയുന്ന ഓരോ പോയിന്റുകളും നിങ്ങൾ എന്താണ് ആ എസ് എയിൽ കൊള്ളിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോഴേ നമുക്ക് എന്താണ് കണ്ടന്റ് കൂടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ സ്കീമുകളാണ് നബാർഡിനുള്ളത്? നബാർഡ് സ്കീം ഫോർ അഗ്രികൾച്ചർ. ഓക്കെ, ഓരോന്നിന് പേരുകളാണ്. അഗ്രികൾച്ചറിന് സ്കീമുണ്ട്, അതേപോലെ എന്താണ് ഡയറി ഓണ്ടർപ്രണർഷിപ്പിന് ഡെവലപ്മെൻറ്റ് സ്കീം വരുന്നുണ്ട്, അതായത് ഈ പാൽ ഉൽപ്പാദനമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കീമായിരിക്കും. പിന്നെന്താണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡി സ്കീം ഫോർ കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ യൂണിറ്റ്, ഓർഗാനിക്കും ബയോളജിക്കൽ ഇൻപുട്ടൊക്കെ ഉള്ള കമേഴ്ഷ്യൽ വാണിജ്യപരമായിട്ടുള്ള ഉൽപ്പാദന പ്രക്രിയക്കൊക്കെ സഹായിക്കുന്ന യൂണിറ്റുകൾ. പിന്നെന്താണ് അഗ്രി ക്ലിനിക്, അതായത് ഈ അഗ്രി ക്ലിനിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ തരം ബഡ്സും അതേപോലെ പുതിയ തരം വിത്തിനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ. പിന്നെന്താണ് അഗ്രി ബിസിനസ് സെൻറ്റേഴ്സ്, അപ്പോൾ അഗ്രികൾച്ചറൽ ബിസിനസ് നടത്തുന്ന സെൻറ്റേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ എന്ത് ചെയ്യുക, അവർക്കൊക്കെ വേണ്ടിയുള്ള സ്കീമുകൾ. പിന്നെ നാഷണൽ ലൈഫ് സ്റ്റോക്ക്, അതായത് കന്നുകാലി വളർത്തൽ, അതിൻ്റെ സ്കീമുണ്ട്. പിന്നെ GSS എൻഷുറിങ് എന്താണ് യൂസ് ഓഫ് സബ്സിഡി റിലീസ്ഡ്, അപ്പോൾ സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്ന GSS എന്ന് പറയുന്ന ഒരു സ്കീം. ഓക്കെ, അപ്പോൾ ഇത്തരം സ്കീമുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക, പേരുകൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണിത്. ഓക്കെ, ഇനി നാഷണൽ ഹൗസിംഗ് ബാങ്കിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. മറ്റൊരു ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ നബാർഡ് എന്തിനായിരുന്നു? നബാർഡ് റൂറൽ ക്രെഡിറ്റിനും അതേപോലെ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിനും പിന്നെ റൂറൽ ഇൻഡസ്ട്രീസിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിനായിരുന്നു നബാർഡ് സ്ഥിതി കൊണ്ടിരുന്നത്. ഇവിടെ നാഷണൽ ഹൗസിംഗ് ബാങ്കാണ്. അപ്പോൾ വീട് നിർമ്മിക്കാനായിട്ട് ഓരോ ഗാർഹിക പദ്ധതിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ നാഷണൽ ഹൗസിംഗ് ബാങ്ക് പ്രധാനമായിട്ടുള്ളത്, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇത് എന്നാണ് ഉണ്ടായിരിക്കുന്നത്? ഇതിൻ്റെ സ്ഥാപനം എന്നാണ് നടന്നിരിക്കുന്നത്? ഇത് ജൂലൈ 9, 1958 ഇത് സ്ഥാപിക്കപ്പെട്ടത്. ഏത് ആക്ട് പ്രകാരമാണ്? ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 1957 നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് പ്രകാരം ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമപ്രകാരം ഉണ്ടായ ഒരു സ്ഥാപനത്തിൻ്റെ പേരാണ് സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ. ഇതെന്താണ്? ഇതും ഒരു ആപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നബാർഡ് പോലെ തന്നെ ഹൗസിങ്ങിനുള്ള ആപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണിത്. പിന്നെന്താ പറയുന്നത്? ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? പ്രൊമോട്ട് ഹൗസിംഗ് ഫിനാൻസ്, അതായത് വീട് നിർമ്മിക്കാനുള്ള ഫിനാൻസ് കൊടുക്കലാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നകാര്യം. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരുപാട് പേർക്ക്, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ ഒരുപാട് പേർക്ക് ഇപ്പോഴും സ്വന്തമായിട്ട് വീടില്ലാത്തൊരവസ്ഥ ഉണ്ട്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കുന്ന ഒരു സ്ഥാപനമാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. Okay, both at local and regional level, and to provide financial and other support incidental to such institution and for matters connected therewith. അതായത് ഇവരും നേരിട്ട് ഫിനാൻസ് കൊടുക്കും, അതേപോലെ ഈ ഹൗസിംഗ് ഫിനാൻസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇവരെന്താണ് സഹായിക്കും. ഓക്കെ, അടുത്ത സൈഡ് ഹെഡിങ് ശ്രദ്ധിക്കാം. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് NHB? എന്താണ് NHBയുടെ ലക്ഷ്യങ്ങൾ എന്നതാണ്. ഓക്കെ, NHB എന്ന് വെച്ചാൽ എന്താണ്? നാഷണൽ ഹൗസിംഗ് ബാങ്ക്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് നോക്കാം. അപ്പോൾ അതായത് ഒരു ജനസംഖ്യയുടെ പോപ്പുലേഷൻ്റെ എല്ലാ മേഖലകളിലുള്ള ജനങ്ങൾക്കും എന്താണ് ഹൗസിംഗ് ഫിനാൻസ് കിട്ടാനായിട്ട് നല്ലൊരു ഹൗസിംഗ് ഫിനാൻസ് സിസ്റ്റം, അതായത് വളരെ ഹെൽത്തി, വയബിൾ ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്, അതായത് ചിലവ് ചുരുങ്ങിയ വളരെ ആരോഗ്യകരമായിട്ടുള്ളൊരു ഹൗസിംഗ് ഫിനാൻസ് സിസ്റ്റം. അതായത് ഫിനാൻസ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സംവിധാനം ഉണ്ടായി വെക്കുക. അതായത് എല്ലാ സ്ഥാപനങ്ങളും വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി വരാം. ഓക്കെ, അത് വളരെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വളരെ കുറവുള്ള, അതായത് ഈ ഫിനാൻസ് എടുക്കുന്ന ആൾക്ക് വല്ലാത്ത ബേർഡൻ വരാത്ത രീതിയിലുള്ള ഹൗസിംഗ് ഫിനാൻസ് ലഭിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ജനസംഖ്യയുടെ എല്ലാ സെഗ്മെൻറ്റിലുള്ള ആൾക്കാർക്കും ഹൗസിംഗ് ഫിനാൻസ് എത്തിക്കുക, അതായത് എല്ലാവർക്കും വീട് ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെന്താണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്? ഒരു നെറ്റ്വർക്ക് എന്നെ ക്രിയേറ്റ് ചെയ്യുക, അതായത് ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു നെറ്റ്വർക്ക് എന്നെ ക്രിയേറ്റ് ചെയ്യുക. കാര്യം അവർ എല്ലാവരും തമ്മിലൊരു കണക്ഷൻ വേണം, ഒരു കമ്മ്യൂണിക്കേഷൻ വേണം, അപ്പോഴേ നെറ്റ്വർക്ക് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ടു ഓഗ്മെൻറ്റ് റിസോഴ്സസ് ഫോർ ദ സെക്ടർ ആൻഡ് ചാനലൈസസ് ദം ഫോർ ഹൗസിംഗ്, അതായത് ഈ റിസോഴ്സസ് ഒക്കെ എന്താണ് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഇവർക്ക് ആവശ്യമുള്ള ഫിനാൻസ്, ഈ ഹൗസിംഗ് ഫിനാൻസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൃത്യമായ റിസോഴ്സ് എത്തിക്കുക, പിന്നെ അത് കൃത്യമായിട്ട് ചാനലൈസ് ചെയ്യുക. അത് ആവശ്യക്കാരിലേക്ക് കൃത്യസമയത്ത് എത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, പിന്നെ ഈ ഹൗസിംഗ് ക്രെഡിറ്റ്, വീട് ഉണ്ടാക്കേണ്ട ക്രെഡിറ്റ് വളരെ അഫോർഡബിൾ ആക്കുക, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറച്ചിട്ട് അത് വളരെ അഫോർഡബിൾ ആക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്, NHBയുടെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഇനി അടുത്ത സൈഡ് ഹെഡിങ് എന്താണെന്ന് വെച്ചാൽ ഫങ്ഷൻസ് ഓഫ് NHB ആണ്. നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് സാമ്യം തോന്നുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നതും ഈ പോയിന്റുകളിൽ വരുന്നത്. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നെറ്റ്വർക്ക്, എന്താണ് ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹൗസിംഗ് ക്രെഡിറ്റ് അഫോർഡബിൾ ആക്കുക.
പിന്നെ ഈ ബിൽഡബിൾ ലാൻഡൊക്കെ സപ്ലൈ ചെയ്യുക. അതായത് സ്ഥലം അതായത് വീട് അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. എല്ലാ സ്ഥലത്തും പോയി നമുക്ക് കെട്ടിടം ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത്തരം സ്ഥലങ്ങൾ സപ്ലൈ ചെയ്യാനായിട്ട് സഹായിക്കാം. ഓക്കെ, പിന്നെന്താ പറയുന്നത്, മോട്ടിവേറ്റിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് പബ്ലിക് ഏജൻസി. അതായത് ഈ ഹൗസിംഗ് ഫിനാൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന പബ്ലിക് ഏജൻസീസ്, മറ്റേ പബ്ലിക് ഏജൻസീസ് ഉണ്ടെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത സൈഡ് ഹെഡിങ് ശ്രദ്ധിക്കാം. സ്കീംസ് ഓഫ് NHB. NHBയുടെ സ്കീമുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ NHBയുടെ സ്കീമുകളിൽ പറയുന്നത് എന്താണ്, ഒന്ന് ഇതിന് ഈ കമേഴ്ഷ്യൽ ഹോർട്ടിക്കൾച്ചർ, അതായത് വീടുകളിൽ നട്ടു വളർത്തുന്ന, അതായത് നമ്മുടെ ഈ ചെറിയ ചെറിയ കൃഷികളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡെവലപ്മെൻറ്റിനായിട്ടുള്ള അതിൻ്റെ പ്രൊഡക്ഷനും പോസ്റ്റ് ഹാർവസ്റ്റിനൊക്കെ ഉള്ള ഡെവലപ്മെൻറ്റിനായിട്ട് സഹായിക്കുക. അപ്പോൾ അതിനുള്ള സ്കീമുണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡി സ്കീം എന്തിനൊക്കെ വേണ്ടിയിട്ട്, കൺസ്ട്രക്ഷൻ, എക്സ്പാൻഷൻ, മോഡേണൈസേഷൻ ഓഫ് കോൾഡ് സ്റ്റോറേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ പ്രൊഡക്റ്റ്. അതായത് ചെറുകിട ഉൽപ്പന്നങ്ങൾ വീട് ആയിട്ട് കേന്ദ്രീകരിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഈ പറഞ്ഞ ഈ അഗ്രികൾച്ചറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. പിന്നെ ഈ ഹോർട്ടിക്കൾച്ചറിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജി ഡെവലപ്മെൻറ്റ്, ട്രാൻസ്ഫർ, ഇതിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെന്താ പറയുന്നത്, ഈ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സിനുള്ള മാർക്കറ്റ് ഇൻഫർമേഷൻ. അതായത് മാർക്കറ്റിന് എത്രയാണ് ഡിമാൻഡ് വരുന്നത്, എന്താണ് ഇപ്പോഴത്തെ പ്രൈസ് കണ്ടീഷൻ, കോമ്പറ്റീഷൻ്റെ സിറ്റുവേഷൻ, ഇതൊക്കെ ഉള്ള വിവരങ്ങൾ കൊടുക്കുന്ന സ്കീമുകൾ. പിന്നെ ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടി, ഹോർട്ടിക്കൾച്ചറിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടും പിന്നെ എക്സ്പേർട്ടൈസിന് ഉള്ള സർവീസസൊക്കെ കൊടുക്കുക. ഓക്കെ, അതായത് എക്സ്പേർട്ട് സർവീസുകളും പ്രൊമോഷൻ്റെ സർവീസുകളൊക്കെ കൊടുക്കുക. അപ്പോൾ ഈ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുമ്പോൾ വീട് കേന്ദ്രീകരിച്ച് വരുന്ന ഈ ഗാർഹികമായിട്ട് വരുന്ന ഈ കൃഷി ഉൽപ്പന്നങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചെറിയ രീതിയിൽ. ഇപ്പോൾ അതായത് ഈ നമ്മുടെ ഈ നമ്മുടെ ഈ അലങ്കാര ചെടികളൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ചെറിയ പച്ചക്കറി കൃഷികൾ, ഇതൊക്കെ ഇതിൽ വിടും. ഓക്കെ, സൈഡ് ഹെഡിങ് ശ്രദ്ധിക്കാം. സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതും ഒരു ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസിൻ്റെ, അതായത് ഓർഗനൈസേഷൻസ്, ഫിനാൻസ് കൊടുക്കാനായിട്ട് മാത്രമുള്ള ഓർഗനൈസേഷൻസ്. അപ്പോൾ അതിൻ്റെ അതിൻ്റെ സ്ട്രക്ചറിൽ വളരെ ഇൻ്റഗ്രൽ പാർട്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംവിധാനമാണ് ഈ സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ. വേർ SFC പ്രൊമോട്ട് സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രി. പ്രധാനമായിട്ടും ചെറുകിട വ്യാപാരികളെയും അല്ലെങ്കിൽ മീഡിയം ഇൻഡസ്ട്രീസിനൊക്കെയാണ് ഇവർ സഹായിക്കുന്നത്. ഓഫ് ദ സ്റ്റേറ്റ്, ഓരോ സ്റ്റേറ്റിലും ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇവിടെ ഇത് എന്നാണ് രൂപീകരിച്ചിരിക്കുന്നതെന്ന് പറയാത്തത്. കാര്യം ഓരോ ഇന്ത്യയിലും, ഇപ്പോൾ കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലുണ്ട്, ആന്ധ്രയിലുണ്ട്, തെലുങ്കാനയിലുണ്ട്, ഓരോ സ്റ്റേറ്റുകളിലും ഇത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ പുതിയ സ്റ്റേറ്റുകൾ രൂപീകരിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ SFC വരും, ചിലപ്പോൾ 1-2 വർഷം കഴിഞ്ഞിട്ട് വരും. ഓക്കെ, അപ്പോൾ ഒരുപാട് SFCs രാജ്യത്തുണ്ട്. അതുകൊണ്ടാണ് ഇതിനൊരു കോമൺ ആയിട്ട് ഇത് ഫോം ചെയ്തിരിക്കുന്നത് എന്ന് പറയാത്തത്. ഓക്കെ, SFC ഹെൽപ്പ് ഇൻ എൻഷുറിങ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ എല്ലാ റീജിയനിലും, അപ്പോൾ ഓരോ സ്റ്റേറ്റുകളിൽ എത്തുമ്പോൾ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ആണെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റുകളിലുണ്ടാവും. നോർത്ത് ഇന്ത്യയിൽ, അതായത് ഇപ്പോൾ ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, അവിടെ ഉണ്ടാവും. ഈസ്റ്റേൺ ഇന്ത്യയിൽ, ഈസ്റ്റേൺ എന്ന് പറയുമ്പോൾ നമ്മുടെ വെസ്റ്റ് ബംഗാൾ, ഒറീസ, അവിടെ ഉണ്ടാവും. വെസ്റ്റേൺ ഇന്ത്യയിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ, സെൻട്രൽ ഇന്ത്യയിൽ മധ്യപ്രദേശിൽ, പിന്നെ UP, ബീഹാർ, അവിടെയൊക്കെ ഈ പറയുന്ന ഈ സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഒരു റീജിയണൽ ഡെവലപ്മെൻറ്റ് നടക്കും. ഓക്കെ, പിന്നെ ഇത് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ വളരെ ബ്രോഡ് ഓണർഷിപ്പാണ് വേരിയസ് ഇൻഡസ്ട്രീസിനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റുകളിലുള്ള, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കോർപ്പറേഷൻസ് ആണ്. ഓക്കെ, ഇനി അടുത്ത സൈഡ് ഹെഡിങ് ശ്രദ്ധിക്കാം. ഫങ്ഷൻസ് ഓഫ് SFC ആണ്. SFCയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്യുന്നത് എന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ട്, ഈ ഫിക്സഡ് അസറ്റ് വാങ്ങാനായിട്ടൊക്കെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറിക്കൊക്കെ വാങ്ങാനായിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഇൻഡസ്ട്രീസിന്. ഓക്കെ, അതുകൂടാതെ തന്നെ ഇവർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ആർക്കൊക്കെ, ഈ പറയുന്ന യൂണിറ്റ്സിന്, ബിസിനസ് യൂണിറ്റ്സിന് അവരുടെ പെയ്ഡപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് രണ്ടും 3 കോടിയിൽ അധികമാകാൻ പാടില്ല. ചില കേസുകളിൽ 30 കോടി വരെ പോകാം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ഉണ്ടെങ്കിൽ, നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ. പിന്നെ അണ്ടർറൈറ്റിംഗ് ചെയ്യുന്നുണ്ട്. പുതിയ സ്റ്റോക്കിനും ഷെയറിനും ഡിബഞ്ചറിനൊക്കെ അണ്ടർറൈറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിന് വേണ്ടിയിട്ട് അണ്ടർറൈറ്റിംഗ് ആ ഒരു ഫംഗ്ഷൻ ഇവർ ചെയ്യുന്നുണ്ട്.
പിന്നെന്താ പറയുന്നത്, ഇവർ ഗ്യാരണ്ടി, ലോണിന് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് 20 വർഷം വരെ മെച്യൂരിറ്റി വരുന്ന ലോണുകൾക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വാട്ട് ആർ ഓൾ ദ ഇൻഡസ്ട്രീസ് വെയർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗിവൺ ബൈ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ? അപ്പോൾ ഏതൊക്കെ ഇൻഡസ്ട്രീസിലാണ് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഫോളോയിങ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ അസിസ്റ്റൻസ് ആർ എലിജിബിൾ ടു ഗെറ്റ് അസിസ്റ്റൻസ് ഫ്രം സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. താഴെ പറയുന്ന ഇൻഡസ്ട്രീസിനൊക്കെയാണ് ലഭിക്കുക. ഒന്നെന്താണ് മാനുഫാക്ചറിങ് യൂണിറ്റ്സ്, പ്രോസസ്സിംഗ്, പിന്നെന്താണ് പ്രിസർവേഷൻ ഓഫ് ഗുഡ്സ്, വെയർ ഹൗസിംഗ്, പിന്നെന്താണ് പവർ ജനറേഷനും ഡിസ്ട്രിബ്യൂഷനും, അതായത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ഇൻഡസ്ട്രീസ്, ഹോട്ടലുകൾക്ക്, പിന്നെ മൈനിങ്സിന്. അപ്പോൾ ഇതിനൊക്കെ ലഭിക്കും. ഇത് കൂടാതെ ഇനി 2 പോയിന്റ് കൂടി പറയാനായിട്ടുള്ളത്, ഈ ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ് ബൈ റോഡ്, അതായത് ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രിക്ക് ഈ പറയുന്ന അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ റിപ്പയർ, മെയിൻ്റനൻസ്, ടെസ്റ്റിംഗ് ആൻഡ് സർവീസിംഗ് ഓഫ് മെഷീനറിന് റിപ്പയർ, മെയിൻ്റനൻസ്, അതിൻ്റെ ടെസ്റ്റിംഗ്, ഇതൊക്കെ നടത്തുന്ന ഇൻഡസ്ട്രീസിനും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ കമ്പനി ലിമിറ്റഡ്, IDFC, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ്. അപ്പോൾ ലിമിറ്റഡ് ആയതുകൊണ്ട് ഇതൊരു കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ IDFC എന്നാണ് രൂപീകരിക്കപ്പെട്ടത്? 1997 ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തത്. ഇതിൻ്റെ ഓഫീസ് വരുന്നത് ചെന്നൈയിലാണ്. പിന്നെന്താണ്, സ്റ്റാർട്ടഡ് ഓപ്പറേഷൻ ഇൻ ജാനുവരി 30 തുടങ്ങിയിട്ട്, ജാനുവരി 30, 1997 തുടങ്ങിയിട്ട് ജൂൺ 9 ബിസിനസ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 2005 എന്താണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇതിൻ്റെ ഇക്വിറ്റി ഷെയറുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2014 ഏപ്രിലിൽ എന്താണ്, RBI എന്താണ് ഈ പ്രിൻസിപ്പൽ എമൗണ്ടിന് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് ഒരു പുതിയ ബാങ്ക് തുടങ്ങാനായിട്ട് പ്രൈവറ്റ് സെക്ടറിൽ. അപ്പോൾ RBIൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരം, അതായത് ഇവർക്ക് ഒരു പ്രൈവറ്റ് ബാങ്ക് കൂടി തുടങ്ങാനായിട്ട് RBI 2014 അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 97 ജാനുവരി 30 തുടങ്ങിയതാണ്. അതേപോലെ 97 ജൂൺ 9 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെന്നൈ ആണ് ഇതിൻ്റെ ബേസിക് ഹെഡ് ക്വാർട്ടർ വരുന്നത് ചെന്നൈ ആണ്. അപ്പോൾ IDFC എന്താണ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫിനാൻസ്, അതായത് ഈ പറയുന്ന റോഡുകൾ, പാലങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വർക്കിനുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് IDFC. അപ്പോൾ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ഒന്നല്ല, ഒരു കമ്പനിയാണ്, ലിമിറ്റഡ് ആണ്. ഓക്കെ, ലിമിറ്റഡ് കമ്പനിയാണ്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇത് കുറച്ച് പഴയ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ഇത് ഏപ്രിൽ 1971 ഇത് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റുകളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഉണ്ടായ വർഷമാണ്, ഏതാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഇതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഓക്കെ, ഇതിൻ്റെ കൺട്രോൾ ആരുടെ കയ്യിലാണ്? റിസർവ് ബാങ്കിൻ്റെ കയ്യിലും അതേപോലെ സെൻട്രൽ ബാങ്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുമാണ്, നമ്മുടെ നബാർഡ് പോലെ തന്നെ. പിന്നെ എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്? എന്താ പറയുന്നത്, സിക്ക് ഇൻഡസ്ട്രീസിൻ്റെ, അതായത് ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രീസിൻ്റെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അത്രയാണ് ഇതിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത സൈഡിങ് ശ്രദ്ധിക്കുക, ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ, IRBI. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക, 1984 ഇത് ഗവൺമെൻറ് ഒരു ആക്ട് പാസ്സാക്കുന്നത്. അതായത് ഇതിന് മുൻപുണ്ടായിരുന്ന ഈ IRCI, ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, നേരത്തെ പറഞ്ഞ IRCIനെ അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് പുതിയൊരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് 1984 ഒരു നിയമം പാസ്സാക്കിക്കൊണ്ട്. ഇത് ശരിക്കും ആരംഭിക്കുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് മാർച്ച് 1985. ഓക്കെ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ തളർന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രീസിനെ റിവൈവ് ചെയ്യുക, അതിനെ സഹായിക്കുക, അതേപോലെ അസിസ്റ്റ് ചെയ്യുക, പിന്നെന്താണ് പ്രൊമോട്ട് ചെയ്യുക, പുതിയ ഇൻഡസ്ട്രീസിനൊക്കെ, വളർന്നു വരുന്ന ഇൻഡസ്ട്രീസിനൊക്കെ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ എന്താണ് ഈ ഡെവലപ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റിംഗ് ഇൻഡസ്ട്രിയൽ കൺസേൺസ്, മറ്റ് ഇൻഡസ്ട്രിയൽ കൺസേൺസിനെ റീഹാബിലിറ്റേഷൻ നടത്തുക. ഇറ്റ് ഹാസ് ഓൾസോ ടു കോർഡിനേറ്റ് വിത്ത് സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഇതേപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അപ്പോൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇവിടെ, എന്താണ് ഇതൊരു പ്രിൻസിപ്പൽ ഓൾ ഇന്ത്യ ക്രെഡിറ്റ് റീകൺസ്ട്രക്ഷൻ ഏജൻസിയാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഏജൻസിയാണ്, ക്രെഡിറ്റ് റീകൺസ്ട്രക്ഷനിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏജൻസിയാണ് ഈ IRBI എന്ന് വെച്ചാൽ.
ഓക്കെ, നമ്മൾ നേരത്തെ നബാർഡിനെ കണ്ട പോലെ തന്നെ ഇതൊരു ആപെക്സ് ഓർഗനൈസേഷനാണ്. ഈ റീകൺസ്ട്രക്ഷൻ, അതായത് റീകൺസ്ട്രക്ഷൻ എന്താണ്, ഒന്നും കൂടി വീണ്ടും എന്താണ് ഒന്നിനെ സ്ഥാപിക്കുക, അതായത് ഒന്ന് തളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രീനൊക്കെ വീണ്ടും ഒന്ന് ഉത്തേജിപ്പിക്കുക. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ കയർ ഇൻഡസ്ട്രി കേരളത്തിൽ പണ്ട് വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താണത് ഒരു സിക്ക് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിന് വേണമെങ്കിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, IIBI, ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, IIBI. ഓക്കെ, അപ്പോൾ ഇത് തുടങ്ങുന്നത് എന്താണ്, ഇറ്റ്സ് ഇൻസെപ്ഷൻ ഇൻ 71 ഇറ്റ് വാസ് ക്ലോസ് ഡൗൺ ബൈ ദി ഇന്ത്യ ഗവൺമെൻറ് ഇൻ 2012. 71 തുടങ്ങി 2012 പൂട്ടിയിട്ടുണ്ട്. ഇറ്റ് വാസ് എ ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ് ബാങ്ക് വിത്ത് എയിം ഓഫ് റീഹാബിലിറ്റിംഗ് സിക്ക് ഇൻഡസ്ട്രിയൽ കമ്പനീസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇതിൻ്റെ ഒരു എയിം നേരത്തെ പറഞ്ഞ പോലെ സിക്ക് ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻ്റ് ആയിരുന്നു. ഓക്കെ, IIBI ഓഫേർഡ് വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ്, ഒരുപാട് പ്രൊഡക്റ്റ് സർവീസ് അവർ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോണുകൾ, അതേപോലെ പ്രൊജക്റ്റ് ഫിനാൻസ്, പിന്നെ ഷോർട്ട് ഡ്യൂറേഷൻ എന്താണ് നോൺ പ്രൊജക്റ്റ് അസറ്റ് ബാക്ക്ഡ് ഫിനാൻസിങ്, വർക്കിംഗ് ക്യാപിറ്റൽ ലോണുകൾ, ഷോർട്ട് ടേം ലോണുകൾ, ഇതൊക്കെ എന്താണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി IIBIയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവർ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇവർ പ്രൊജക്റ്റ് ഫിനാൻസിനായിട്ട് ടേം ലോൺ കൊടുക്കുന്നുണ്ട്. പിന്നെ ഷോർട്ട് ഡ്യൂറേഷൻ നോൺ പ്രൊജക്റ്റ് അസറ്റ് ബാക്ക്ഡ്, അതായത് അസറ്റ് ഈട് വെച്ച് പിന്നെ ഇക്വിറ്റി സബ്സ്ക്രിപ്ഷൻ ഇവർ ചെയ്യും, അസറ്റ് ക്രെഡിറ്റും ഇക്വിറ്റി സബ്സ്ക്രിപ്ഷൻ ചെയ്യും. പിന്നെ എന്താണ് എക്യുപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് എന്തെങ്കിലും എക്യുപ്മെൻ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫിനാൻസ്, അതായത് ഒരു മെഷീനറി വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലോണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ എന്താണ് ഇവർ ക്യാപിറ്റൽ മാർക്കറ്റിലും അതേപോലെ തന്നെ മണി മാർക്കറ്റിലും എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ,